JP ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വ നൽകുന്ന ചില സൂചനകളും അതുപോലെ തന്നെ ദേവതാ വിഷയത്തിൽ ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ ദേവീദേവന്മാർ അല്ലെങ്കിൽ ദേവതകളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞാണ് ക്ഷേത്രങ്ങളിൽ പോലും പ്രതിഷ്ഠകൾ നടത്തുന്നത്. നിൽക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, ഇങ്ങനെ 3 രീതിയിലുള്ള പ്രതിഷ്ഠയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏത് ഭാവത്തിലുള്ളതാണ്? രൗദ്രഭാവമാണോ അതോ ശാന്തമാണോ? കരുണ, ഇങ്ങനെ നവരസങ്ങളിൽ ഏതാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഏത് ദേവതയാണ് അല്ലെങ്കിൽ ദേവീദേവന്മാരിൽ ഏത് രൂപത്തിലുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതും അറിയുന്നതുമൊക്കെ തന്നെ ഓരോ ഗ്രഹങ്ങളുടെയും ഓരോ രാശികളുടെയും ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് നല്ല അനുഭവങ്ങളും ഗുണവും അതുപോലെ തന്നെ മോശം രാശിയിലാവുമ്പോൾ ദോഷഫലങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ദോഷങ്ങൾക്ക് അല്ലെങ്കിൽ നല്ലതല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമായിട്ട് പലരും പലതും പറയാറുണ്ട്. എന്നാൽ നമുക്ക് തന്നെ ഏത് ഗ്രഹമാണ് മോശമായി നിൽക്കുന്നത്, ആ ഗ്രഹം ഏത് രാശിയിലാണ് ആ സമയത്ത് നിൽക്കുന്നത്, അതനുസരിച്ച് അത് ഏത് ദേവീദേവന്മാരുടെ ഗണത്തിൽ വരും എന്നൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ജ്യോതിഷം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിക്കുന്നവർക്കുമൊക്കെ തന്നെ ഇത് ഒരു വലിയ ഉപകാരമായിരിക്കും. കാരണം സാധാരണഗതിയിൽ അങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല ദേവതാ വിഷയങ്ങളൊക്കെ. അത് ദേവപ്രശ്നവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവർക്കുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയാനും സാധിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതും അത്ര സാധാരണമല്ല. എന്നാൽ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദേവപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ദേവീദേവന്മാരുടെ വിവരങ്ങളൊക്കെ അടങ്ങിയ ഗ്രന്ഥങ്ങളുമൊക്കെ, മൂലഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ അറിയാനും സാധിക്കും. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ചൊവ്വ നൽകുന്ന സൂചനകൾ എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ ചൊവ്വയുടെ ഉച്ചരാശി മകരൻ രാശിയിൽ 28ാമത്തെ ഡിഗ്രിയാണ് എന്നുള്ളത് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നീചരാശി അതേപോലെ തന്നെ കർക്കിടകത്തിൽ 28ാമത്തെ ഡിഗ്രിയിൽ വരും. മൂലക്ഷേത്രം എന്ന് പറയുന്നത് മേടൻ രാശിയിൽ 12ാമത്തെ ഡിഗ്രിയിലാണ് വരുന്നത്. ഇനി ചൊവ്വയുടെ ബന്ധുക്കളെന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും വ്യാഴവുമൊക്കെ ചൊവ്വയുടെ ബന്ധുക്കളാണ്. അതുപോലെ തന്നെ സമന്മാർ എന്ന് പറയുന്നത് ശുക്രനും ശനിയുമാണ്. ശത്രുക്കളുമുണ്ട്. ബുധൻ ചൊവ്വയുടെ ശത്രുവാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ചൊവ്വ ഇവിടെ നദി, നമ്മുടെ ഭാരതത്തിൽ ഒഴുകുന്ന നദികളെല്ലാം തന്നെ ഓരോ ഗ്രഹങ്ങളെ സൂചിപ്പിച്ചാണ് പറയുന്നത്. അപ്പോൾ ചൊവ്വയുടെ നദി എന്ന് പറയുന്നത് ഗോദാവരി നദിയാണ്. വേദങ്ങളിൽ സാമവേദത്തെയാണ് പറയുന്നത്. അതുപോലെ തന്നെ 4 വേദം ഉള്ളതുപോലെ തന്നെ 4 ഉപവേദവും ഉണ്ട് എന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ ഉപവേദത്തിൽ ചൊവ്വ ആയതുകൊണ്ട് തന്നെ അതിൽ ചൊവ്വയെ സൂചിപ്പിക്കുന്നത് ധനുർവേദത്തെയാണ്. പിന്നെ സപ്തമാതൃക്കൾ, അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ തെക്ക് വശത്ത് ഒരു പീഠത്തിൽ 9 ശിലകളുണ്ട്. അതിൽ 7 ദേവീരൂപത്തിലുള്ള ദേവീഭാവത്തെ സൂചിപ്പിക്കുന്ന 7 പീഠങ്ങളാണ്. അതാണ് സപ്തമാതൃകൾ. ചൊവ്വ സൂചിപ്പിക്കുന്നത് അതിൽ കൗമാരി എന്ന ദേവീരൂപത്തെയാണ്. ഭാവത്തിൽ ചൊവ്വയ്ക്ക് രൗദ്രം, വീരം ഈ ഭാവമാണ് ഉള്ളത്. രത്നങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചുവന്ന പവിഴമാണ് ചൊവ്വയ്ക്ക് പറയുന്നത്. നിറം ചൊവ്വയുടേത് ചുവപ്പായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതുപോലെ നിവേദ്യത്തിൽ ചൊവ്വ സൂചിപ്പിക്കുന്നത് അവലും നെയ്യും വറയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ലോഹത്തിൽ സ്വർണവും. വൃക്ഷങ്ങളെ സൂചിപ്പിക്കുമ്പോൾ അത് മുള്ളുള്ള വൃക്ഷമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ദിക്ക് തെക്കുവശമാണ്. രുചി ചൊവ്വയ്ക്ക് കയ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ പൂക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ചുവന്ന പുഷ്പങ്ങളാണ് ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പൂജാ സാമഗ്രികളിൽ പൂജാ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ച് പൂജ നടത്താൻ തുടങ്ങുമ്പോൾ അതിലെ ദീപം
ജലഗന്ധ ദീപധൂപം എന്നൊക്കെയുള്ള വിഭാഗങ്ങളാണ് പൂജയിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പം ചൊവ്വായ അതിൽ ധൂപം പുകയ്ക്കുന്ന സാധനത്തെയാണ് ഉപകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹോമദ്രവ്യത്തിൽ ഹോമിക്കുമ്പോൾ പല വൃക്ഷങ്ങളുടെയും തണ്ടുകൾ, അതിനെ ഹോമദ്രവ്യം ചമത എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇവിടെ ഈ ചൊവ്വായ്ക്ക് സാധാരണയായി കരിങ്ങാലി ചമതയാണ് സൂചിപ്പിക്കുന്നത്. ദശാവതാരത്തിൽ ചൊവ്വയെ സൂചിപ്പിക്കുന്ന നരസിംഹമൂർത്തിയാണ്. അതുപോലെ പ്രതിമ അല്ലെങ്കിൽ ദേവതാസ്ഥാനം ഒക്കെ കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ചൊവ്വ വരികയാണെങ്കിൽ വാളും പീഠവും എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ശുദ്ധിയാക്കിയ തറയും അതിൽ വെച്ചിരിക്കുന്ന ഒരു വാളും ആയുധം എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയൊക്കെ പൂജിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് കൂടുതലും പണ്ടത്തെ കാലത്ത് കളരി സ്ഥാനങ്ങളിലൊക്കെയാണ്. അല്ലാതെയും പല വീടുകളിലും അതുപോലെ പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായമുണ്ട്. അപ്പം പീഠവും വാളും എന്നുള്ളതാണ് സാധാരണ ചിന്തിക്കുന്നത്. പിന്നെ മേടൻ രാശിയെക്കുറിച്ച് നമ്മൾ രാശി സൂചകമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ സവിശേഷതയൊക്കെ എടുക്കുമ്പോൾ മേടൻ രാശിയെ പൃഷ്ഠോദയമെന്നും രാത്രി രാശിയെന്നും സ്ഥലരാശിയെന്നും നാൽക്കാലി രാശിയെന്നും ഹ്രസ്വരാശിയെന്നും ഒക്കെ പറയും. അത് മേടൻ രാശിയുടെ കാര്യമാണ് പറഞ്ഞത്. കാരണം മേടൻ രാശിയും ചൊവ്വയുടെ രാശിയാണല്ലോ. ഇനി വൃശ്ചികൻ രാശിയെ നമ്മൾ കണക്കൂട്ടുമ്പോൾ അത് ഊർധ്വോദയ രാശി, പകൽ രാശി, ജലരാശി, കീടരാശി, സ്ഥലരാശി, ദീർഘരാശി എന്നിങ്ങനെയെല്ലാം പറയും. പഞ്ചഭൂതങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ചൊവ്വയെ അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ്. കാരണം ചൊവ്വ ചുവപ്പിനെയും അതുപോലെ അഗ്നിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ദേവതാ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ചൊവ്വയുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ മേടം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ അത് ഭൈരവനും ബ്രഹ്മരാക്ഷസനും ഗുഹൻ എന്ന് പറയും. അതായത് ഗുഹയിൽ വസിക്കുന്ന രാക്ഷസൻ എന്നാണ്. ഇതെല്ലാം ദേവതാരൂപമാണോ എന്ന് ചോദിച്ചാൽ ഭൈരവൻ എന്നതും സാധാരണഗതിയിലൊക്കെ ഉപദേവന്മാരായിട്ടൊക്കെ പലയിടത്തും ആരാധിക്കുന്ന ഒരു ശിവ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇനി ഇടവൻ രാശിയിലാണെങ്കിൽ ഇടവൻ രാശിയിലെ ചൊവ്വായ രക്തേശ്വരി എന്നും രുധിര മോഹിനി എന്നും ഭൈരവയക്ഷി എന്നുമൊക്കെയാണ് സാധാരണ അതിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുടെ ഓരോ രൂപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് രജോ ഗുണ പ്രധാനമായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമാണ്. ചിങ്ങൻ രാശിയാണെങ്കിൽ ചിങ്ങൻ രാശിയിലെ ചൊവ്വായ്ക്ക് രക്തചാമുണ്ടിയും അതുപോലെ തന്നെ നരസിംഹമൂർത്തിയെയും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വായ്ക്ക് ഭൈരവി, അതുപോലെ തന്നെ ശ്മശാനകാളി, കൃഷ്ണചാമുണ്ടി, ഇങ്ങനെ പല രൂപങ്ങളെ പറയുന്നുണ്ട്. ചിങ്ങൻ രാശിയിലെ ചൊവ്വ സുബ്രഹ്മണ്യനാണ് പ്രധാനം. പിന്നെ വനദേവതയായും ശിവനെ സംബന്ധിക്കുന്ന ശിവമൂർത്തികളുമായിട്ട്, അതായത് ശിവഭൂതഗണങ്ങളിൽ ചിലരുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. കന്നി രാശിയിലെ ചൊവ്വായ യക്ഷിയെയും അതുപോലെ തന്നെ നരസിംഹത്തെയും ഭദ്രകാളിയെയും ഒരുപോലെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ കന്യരാശിയിലെ ചൊവ്വായും അതിൻ്റെ അംശവും ഒക്കെ കണക്കാക്കി അതിന് ശുഭയോഗമാണോ പാപയോഗമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കിയാണ് ഇതിൽ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. തുലാൻ രാശിയാണെങ്കിൽ തുലാൻ രാശിയിലെ ചൊവ്വായ്ക്ക് ഭൈരവയക്ഷനും അന്ത്യദ്രേക്കാണത്തിൽ, അതായത് ഒരു ദ്രേക്കാണമെന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 10 ഡിഗ്രി കഴിഞ്ഞ് 20 ഡിഗ്രി വരെയുള്ളത് രണ്ടാമത്തെയും 20 ഡിഗ്രി കഴിഞ്ഞുള്ളതാണ് മൂന്നാമത്തെയും. അങ്ങനെ അന്ത്യദ്രേക്കാണം ആണെങ്കിൽ അവിടെ വീരഭദ്രനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചൊവ്വ വൃശ്ചികൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് സ്വാഭാവികമായും തമോ ഗുണപ്രധാനമായ നരഭോജിനിയായ ഭദ്രകാളിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഉഗ്രമൂർത്തിയായ ഭദ്രകാളി, അതാണ് വൃശ്ചികത്തിലെ ചൊവ്വ. ധനുരാശിയിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ ഓജം യുഗ്മം എന്നിങ്ങനെയൊക്കെയുള്ള വേർതിരിവും പല ഘടകങ്ങളും ഈ ദേവതാ വിഷയത്തിൽ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ധനുവിലെ സുബ്രഹ്മണ്യൻ സാധാരണയായി ധനുവിലെ ചൊവ്വ സാധാരണയായി സുബ്രഹ്മണ്യനെ ചിന്തിക്കും, കുട്ടിച്ചാത്തനെ ചിന്തിക്കും, അതുപോലെ തന്നെ വീരഭദ്രന്, ബ്രഹ്മരാക്ഷസന്, ഇങ്ങനെ പലരെയും ആലോചിക്കാറുണ്ട്. മകരൻ രാശിയിലാണെങ്കിൽ തമോ ഗുണപ്രധാനമായ ചാമുണ്ടി ദേവധനം അപഹരിച്ചു കൊണ്ടുപോയതിൻ്റെ പ്രതികാരദാഹിയായി
നിലകൊള്ളുന്ന രൂപം എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളും കാലാന്തരത്തിൽ ക്ഷയിച്ചു പോവുകയും ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ വകയെല്ലാം ഓരോരുത്തർ അടിച്ചു മാറ്റുകയൊക്കെ ചെയ്ത ഒന്നും ചെയ്യാതെയും പൂജ കൊടുക്കാതെയും വേണ്ട രീതിയിൽ പരിപാലിക്കാതെയും ഒക്കെ ഇരിക്കുമ്പോൾ ആ വിഗ്രഹം അവിടെ തന്നെ കാണും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതികാരദാഹിയായി രൂപപ്പെട്ട് വരുന്ന ചില ദേവതാ സങ്കല്പങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഇത്. അതാണ് മകരത്തിൽ ചൊവ്വ വന്നാലുള്ള ഗുണം. കുംഭത്തിലാണെങ്കിൽ അത് ഭദ്രകാളിയാണ്. ശ്രീഭദ്രകാളി എന്നും പറയും. അതായത് ഭദ്രകാളിക്ക് ശ്രീ ചേർത്ത് പറയുന്നതും കുംഭൻ രാശിയിലെ സ്വഭാവമാണ്. അതുപോലെ ആഭിചാരം, ശത്രുബാധ, അതുപോലെ ശിവൻ്റെ ബന്ധത്തിൽ വരുന്ന ഭൈരവന്, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ കുംഭത്തിലെ ചൊവ്വയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. മീനത്തിലാണെങ്കിൽ സത്വഗുണപ്രധാനികളായ ഭഗവതിമാരെയാണ് സാധാരണഗതിയിൽ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചൊവ്വയാണെങ്കിൽ പോലും അത് ഉഗ്രമൂർത്തി ഒന്നുമല്ലാത്ത ഭഗവതിയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, മീനത്തിലെ ചൊവ്വ ധർമ്മദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൂചന കൊടുക്കുന്ന ഒന്നാണ്. ആദിതിരേക്കാണുവാണെങ്കിൽ ആദ്യത്തെ 10 ഡിഗ്രിയിലാണെങ്കിൽ അത് വീരഭദ്രൻ എന്നും സാധാരണഗതിയിൽ പറയാറുണ്ട്. അപ്പം ഇവിടെ ഇത്രയും സൂചിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ചൊവ്വയുടെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട സൂചനകളും അതുപോലെ തന്നെ പ്രധാനമായിട്ടും ദേവതാലക്ഷണവും അത് സാധാരണഗതിയിലൊന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം സാധാരണ ജ്യോത്സ്യന്മാരായിട്ടിരിക്കുന്നവരോട് ചെന്ന് ചോദിച്ചാൽ പോലും അവർ പൊതുവെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വ്യാഴമാണെങ്കിൽ അത് വിഷ്ണുവിൻ്റെ ആയിരിക്കും, ബുധനാണെങ്കിൽ ചില വിഷ്ണു സംബന്ധമായിരിക്കും, ചൊവ്വയാണെങ്കിൽ ഭദ്രകാളി ആയിരിക്കും, അല്ലെങ്കിൽ സുബ്രഹ്മണ്യനായിരിക്കും. ഇങ്ങനെ ഒരു പൊതുവിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം അവർ സൂചിപ്പിക്കും. എങ്കിലും നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും ദേവനായിട്ടും ഉപദേവനായിട്ടും ഒക്കെ ഒരുപാട് ദേവതകളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും സ്വഭാവവും അത് എങ്ങനെയാണ് അത് കണ്ടെത്തിയത് എന്നുള്ളതുമൊക്കെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. പിന്നെ ചൊവ്വയുടെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ അല്പം മുൻകോപം, എടുത്തിയാട്ടം, ആവേശം, ഊർജ്ജസ്വലത, പല കാര്യത്തിലും ധൃതി കാണിക്കുക, അതുപോലെ നല്ല ആരോഗ്യവും ശരീരപുഷ്ടിയും ഒക്കെ ഉണ്ടാകുക, തുറിച്ചു നോക്കുന്ന, ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഒരു വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന ഒരു ദൃഷ്ടി, അതുപോലെ ചുവപ്പ് കലർന്ന കണ്ണുകൾ, ഇങ്ങനെ പല സൂചനകളും ചൊവ്വയ്ക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ചൊവ്വയുടെ സൂചനകളെ സംബന്ധിച്ച ഒരു ഏകദേശ രൂപവും അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചത് ദേവതാ വിഷയവുമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക, അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.